സമര പോരാട്ടങ്ങളുടെ വേദി കൂടിയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയും പരിസരവും ഒക്കെ. 2 സമരങ്ങളാണ് ഏറ്റവും അധികം ശ്രദ്ധയോടെ അവിടെ എല്ലാവരും വീക്ഷിക്കുന്നത്. PSC ലിസ്റ്റിൽ ഇടം പിടിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പല സാഹചര്യങ്ങളോടും പടപൊരുതിയാണ് അവർ റാങ്ക് ലിസ്റ്റ് ഇടം പിടിക്കുന്നത്. തൊഴിലെന്ന് പറയുന്നത് ഒരാളുടെ സ്വപ്നമാണ്, അതിനപ്പുറത്തേക്ക് അയാളുടെ ജീവിതമാണ്. അങ്ങനെ എത്ര ജീവനുകളെയാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ തല്ലിക്കൊഴിക്കുന്നത്. നമസ്കാരം, വൈറ്റ്സ് വൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. സാധാരണക്കാരായ ആളുകൾ അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങൾ നമ്മൾ അതിന് സാക്ഷികളാണ്. ഏകദേശം 60ഓളം ദിവസം കഴിഞ്ഞു എന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായി അറിയില്ല. ആശാ വർക്കർമാരുടെ സമരം നടക്കുകയാണ്. തൊട്ടടുത്തായിട്ട് CPO റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ ഏറെക്കുറെ 5-6 ദിവസം കൂടി ഉള്ളൂ അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാനായിട്ട്. എന്നിട്ടും സർക്കാർ ഇതിനൊക്കെ മുഖം തിരിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ ഈ ഒരു സമീപനത്തോട് എന്താണ് പറയാനുള്ളത്? തിരുവനന്തപുരം കേരളത്തെ സംബന്ധിച്ച് ഒരു ഭരണസിരാ കേന്ദ്രം മാത്രമല്ല, മറിച്ച് ഒട്ടേറെ സമര പോരാട്ടങ്ങളുടെ വേദി കൂടിയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയും പരിസരവും ഒക്കെ. ഇപ്പോൾ അവിടെ 2 സമരങ്ങളാണ്, ഒട്ടേറെ സമരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും 2 സമരങ്ങളാണ് ഏറ്റവും അധികം ശ്രദ്ധയോടെ അവിടെ എല്ലാവരും വീക്ഷിക്കുന്നത്. അതൊന്ന് ആശാപ്രവർത്തകരുടെ സമരമാണ്. ആശാപ്രവർത്തകരുടെ സമരം എന്തിനു വേണ്ടിയാണെന്നും ആ സമരത്തിന്റെ നീതി ന്യായവും ഒക്കെ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആശാ സമരം അവർക്ക് ഇതുവരെയും ഇപ്പം ആരോഗ്യമന്ത്രി 3 തവണയോളം അവരെ ചർച്ചയ്ക്ക് വിളിച്ചു, തൊഴിൽ മന്ത്രി അവരെ ചർച്ചയ്ക്ക് വിളിച്ചെന്ന വ്യാജേന പരിഹസിച്ചു, മുഖ്യമന്ത്രി അവരെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. അതേ സാഹചര്യത്തിലാണ് അതിൽ മീറ്ററുകൾക്കകത്ത്, എനിക്ക് തോന്നുന്നു 50-40 മീറ്ററുകൾക്കപ്പുറമാണ് CPO റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട വനിതകളുടെ സമരം നടക്കുന്നത്. അതായത് ഇപ്പം ഒരു PSC ലിസ്റ്റിൽ ഇടം പിടിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഉറക്കമുളച്ച് ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം പഠിച്ച് കഷ്ടപ്പെട്ട് അതിനുവേണ്ടി കാലങ്ങളോളം ആ ഒരു അക്കാദമിക് നിലവാരത്തിലേക്ക് എത്തുവാൻ വേണ്ടി പഠിച്ച് കഷ്ടപ്പെട്ട് പല സാഹചര്യത്തിൽ നിന്നും ആ നിയമനങ്ങളെ പോലും തള്ളിയിട്ടാണ് ഈ പല സാഹചര്യങ്ങളോടും പടപൊരുതിയാണ് അവർ റാങ്ക് ലിസ്റ്റ് ഇടം പിടിക്കുന്നത്. എന്നാൽ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടും അവരുടെ കഷ്ടപ്പാടിനൊന്നും യാതൊരു വിലയില്ലാതെ അവരുടെ തൊഴിലെന്ന അവകാശത്തെ ഒരു ഭരണകൂടം ഇല്ലായ്മ ചെയ്യുമ്പോൾ, തള്ളിക്കളയുമ്പോൾ ആ അനീതിയെ ചൂണ്ടിക്കാട്ടി സമരം ചെയ്യുന്ന ആ വനിതകളെ ആദ്യം തന്നെ അഭിവാദ്യം ചെയ്യുകയാണ്. അത്തരം ഒരു സമരത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഒരു തൊഴിലെന്ന് പറയുന്നത് ഒരാളുടെ സ്വപ്നമാണ്, അതിനപ്പുറത്തേക്ക് അയാളുടെ ജീവിതമാണ്. അങ്ങനെ എത്ര ജീവനുകളെയാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ തല്ലിക്കൊഴിക്കുന്നത്. ഇവിടെ PSC എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചൊരു വെള്ളാന മാത്രമാണ്. PSC അംഗങ്ങളായി ലക്ഷക്കണക്കിന് രൂപ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 2 ലക്ഷത്തിനപ്പുറത്തേക്ക് ശമ്പളം പ്രതിമാസം ഈ PSC അംഗങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. എന്ത് ജോലിയാണ് ഇവർക്കുള്ളത്? കേരളത്തിൽ നല്ലൊരു ശതമാനം വകുപ്പുകളിലേക്കും താൽക്കാലിക നിയമനങ്ങൾ വ്യാപകമായി നടത്തുന്നുണ്ട്. താൽക്കാലിക നിയമനങ്ങൾ വ്യാപകമായി നടത്തുമ്പോൾ PSC സംവിധാനം എന്തിനാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? കുറച്ച് ആളുകൾക്ക്, ഏറ്റവും അധികം PSC അംഗങ്ങളുള്ള സംസ്ഥാനം കേരളമാണ്. കുറേ ആളുകൾക്ക് മാസം ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത് അവരെ തീറ്റിപ്പോറ്റുവാൻ വേണ്ടിയുള്ള ഒരു സംവിധാനത്തിനപ്പുറത്തേക്ക് PSCക്ക് കേരളത്തിൽ യാതൊരു പ്രാധാന്യവുമില്ല. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് സർക്കാർ ജോലി എന്നൊരു അവരുടെ സ്വപ്നത്തിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള യാതൊരു വഴിയും തുറന്നിടുന്നില്ല PSC. അതായത് സർക്കാർ ജോലി വേണമെന്ന് പോലും ആഗ്രഹിക്കുന്നത് മറ്റു ജോലികൾക്ക് ഇവിടെ ജോലി ചെയ്ത് അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ കഴിയാത്തത് കൊണ്ടാണ് സാധാരണക്കാരായ ആളുകൾ ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നത്തിലേക്ക് നടന്നു നീങ്ങാൻ പ്രേരിതരാകുന്നത്. ഗ്രീഷ്മ, ഇപ്പം സർക്കാർ ജോലിയിലേക്ക് ഒരാൾ വന്നിരിക്കട്ടെ, ഇന്നത്തെ കാലത്ത് സർക്കാർ ജോലി ചെയ്യുന്ന ഒരാൾക്ക് എന്ത് പരിരക്ഷയാണുള്ളത്? സർക്കാർ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ശമ്പളം ലഭിക്കുന്നുണ്ടോ? മെച്ചപ്പെട്ട മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്. ഇപ്പം മെഡിസപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് സർക്കാർ ജീവനക്കാർക്കുള്ളത്. അതാവട്ടെ അതിൻ്റെ യാതൊരു പരിരക്ഷയും കിട്ടുന്നില്ല. ഈ മെഡിസിപ്പ് എന്നുള്ള ഇൻഷുറൻസ് പദ്ധതിയുള്ള എനിക്കറിയാവുന്ന സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ മറ്റൊരു ഇൻഷുറൻസ് പോളിസി കൂടി എടുക്കുകയാണ്. അതല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇപ്പം KSRTC ജീവനക്കാരുടെ ശമ്പളം ഏത് സമയത്താണ് കിട്ടുന്നത് നമുക്കറിയാം. സർക്കാരിന്റെ ശമ്പളവും പെൻഷനും എല്ലാം മുടങ്ങുന്ന ഒരു സാഹചര്യം പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആദ്യം കൊടുക്കാനുള്ള നീക്കം നടത്തുന്നു എന്ന് മന്ത്രി പറഞ്ഞു. ഇതുവരെ വിഷുവായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ ഉള്ള തരത്തിലുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പൊ KSRTC പല സംഘടനകളും സമരങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു വകുപ്പിന്റെ മാത്രം പ്രശ്നമല്ല. കേരളത്തിൽ സമൂലമായിട്ട് എല്ലാ വകുപ്പിലും പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടും. സാമ്പത്തിക ബാധ്യത സംസ്ഥാനത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക ബാധ്യത കേരളത്തെ എങ്ങനെ ബാധിച്ചു? ഇവിടുത്തെ ഭരണകൂടം, ഇവിടുത്തെ സർക്കാരുകൾ സൃഷ്ടിച്ചെടുത്തതാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി. അനാവശ്യമായ ധൂർത്ത്, അനാവശ്യമായ ചെലവ്, പിന്നെ പിൻവാതിൽ നിയമനങ്ങൾ, സ്വജനപക്ഷപാതം, ഇതിലൂടെയൊക്കെ ഒരു ഭരണകൂടം, ഒരു ഭരണ സംവിധാനം തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് ഈ സാമ്പത്തികമായി ഉണ്ടായ ബുദ്ധിമുട്ട്. അതിനപ്പുറത്തേക്ക് നമുക്കറിയാം കേരളം വളരെ വലിയ വിഭവസമ്പുഷ്ടമായ ഒരു സംസ്ഥാനമാണ് കേരളം.
ഇവിടുത്തെ ആളുകളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ വിഭവങ്ങളും കേരളത്തിലുണ്ട്. ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താതെ ദിനം പ്രതി ധൂർത്തുകളിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ, ആ സർക്കാർ മനഃപൂർവ്വം വരുത്തി വെച്ചൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഇപ്പം നമ്മൾ സംബന്ധിച്ച് നമ്മുടെ വിഷയം അവിടെയല്ലല്ലോ. നമുക്ക് CPO റാങ്ക് ലിസ്റ്റ് സമരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സമരത്തിൽ ഇരിക്കുന്ന വനിതകൾ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിലത്ത് ഉപ്പ് വിതറിയിട്ട് ആ ഉപ്പിലൂടെ ഒറ്റക്കാലിൽ നിന്നൊക്കെ സമരം ചെയ്യുകയാണ്. അങ്ങേയറ്റം അതിജീവനത്തിന് വേണ്ടിയുള്ള സമരമാണ് ആ വനിതകൾ നടത്തുന്ന. ആ സമര രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും എന്ത് ചെയ്തതിൻ്റെ പേരിലാണ് ആ പാവങ്ങൾ പൊരിവെയിലത്തും അതേപോലെ ചോരിക്കൊരിയുന്ന മഴയത്തും സെക്രട്ടറി നടവിൽ സമരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അവർ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. ജോലി ചെയ്യുക, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, തൊഴിൽ, ഇതൊക്കെ ഒരു ഭരണകൂടം ഉറപ്പുവരുത്തേണ്ട കുറേ കാര്യങ്ങളാണ്. അവിടെയാണ് ഇപ്പം നമുക്കറിയാം, നമ്മുടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഒരു അവസാന സമയത്തൊക്കെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു വനിത സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയെ പോലും നിയന്ത്രിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചത് നാം കണ്ടതാണ്. അത്തരത്തിൽ പിൻവാതിൽ നിയമനങ്ങളിലൂടെ അതെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു കത്തിക്കുത്ത് സംഭവം പുറം ലോകത്തേക്ക് എത്തിയപ്പോഴാണ് അതിനൊപ്പം തന്നെ PSC ആയിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പ്, അതായത് PSCയുടെ ഉത്തരക്കടലാസും ചോദ്യപേപ്പറും ഒരാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ, അതും ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായ ഒരാളിൽ നിന്ന് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഇതൊന്നും അങ്ങേറ്റം ഗൗരവകരമായ കാര്യമാണ്. നമ്മുടെ കേരളം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു നമ്മളെ സംബന്ധിച്ച് വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം അത്രമേൽ മലിനമായിരിക്കുന്ന നമ്മുടെ ഭരണ സംവിധാനങ്ങളൊക്കെ ആ പെൺകുട്ടികളെ സംബന്ധിച്ച് അവർ കരയുകയാണ്. പലർക്കും പറയാൻ ഒരുപാട് ദുരിത കഥകളുണ്ട്. അന്നത്തെ അന്നത്തിന് വേണ്ടി അന്നത്തെ അന്നത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന അച്ഛനമ്മമാർ, വളരെ ദുരിതം അനുഭവിക്കുന്ന കുടുംബ സാഹചര്യങ്ങൾ, അവിടെ നിന്നൊക്കെയാണ് അതിനോടൊക്കെ പടപൊരുതി ആ പെൺകുട്ടികൾ അതിജീവനത്തിന് വേണ്ടി പഠിച്ചൊരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ട് ഈ ഒരു ദുരവസ്ഥയിലൂടെ അവർ അനുഭവിക്കേണ്ടി വരും. അതൊരു ചെറിയ കാര്യമല്ല. അതിന് നേരെ ഒരു സർക്കാരിന് കണ്ണു തുറക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, അവരുടെ കാതുകൾക്ക് അത് കോർത്തത് കേൾക്കുവാൻ കഴിയില്ലെങ്കിൽ ഇതെന്ത് ഭരണകൂടമെന്ന് പൊതുസമൂഹം ചോദിക്കണം. അതായത് ഇവിടുത്തെ വോട്ടർമാരെന്ന് പറയുന്ന ആളുകൾ കഴുതകളല്ലല്ലോ. ഇപ്പോൾ ഒരു സർക്കാരിനെ തിരഞ്ഞെടുത്തു എന്നൊന്നും പറഞ്ഞ് സർക്കാരിന് തോന്നുന്ന പോലെ പ്രവർത്തിക്കാം, സ്വന്തക്കാരെ ഇഷ്ടക്കാരെയൊക്കെ തിരികെ കയറ്റാം, ഈ നാട്ടിലെ സാധാരണക്കാരനൊക്കെ എങ്ങനെയോ ജീവിക്കട്ടെ എന്നൊരു ഭരണകൂടം തീരുമാനിക്കുമ്പോൾ അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യം കേരളത്തിലെ പ്രബുദ്ധരായ ജനതയ്ക്കില്ല. അവർ ഇതിനെതിരെ പ്രതിഷേധിക്കണം. അവർ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരിക തന്നെ ചെയ്യണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആശാസമരവും അതുപോലെ CPO റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളുടെ സമരവും ആരെയും വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഇതിന് ഉത്തരവാദികൾ ആരാണെങ്കിലും അത് തിരുത്തുക തന്നെ ചെയ്യണം.